ഹായ് ഗൈസ്, ഇന്നൊരു ഫ്രൈഡേ. ഇന്ന് ഞങ്ങൾ അങ്ങനെ മീറ്റ് കഴിക്കാറ്. അപ്പോൾ എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിലിരുന്നപ്പോഴാണ് ഓർമ്മ വന്നത് സാമൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഒരു പുതിയ റെസിപ്പി ട്രൈ ചെയ്താലോ? ഇത് ഞാൻ ഈയിടയ്ക്ക് കണ്ട ഒരു റെസിപ്പിയാണ്, പക്ഷേ ഇത് എൻ്റെ ഒരു ചെറിയ ട്വിസ്റ്റോടെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സാമൻ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഇച്ചിരി നാരങ്ങ നീരൊഴിച്ച്, അതുപോലെ വേറെ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട, ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാം. അതിനിടയ്ക്ക് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഹലുമി ചീസ് എടുത്തിടാം. ഈ ഹലുമി ചീസ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കതെടുത്ത് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ആ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് നമ്മളുടെ ബ്രോക്കലി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്തിടാം. ബ്രോക്കലി നമ്മൾ സ്റ്റർ ഫ്രൈ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊന്ന് ഇച്ചിരി വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് നാരങ്ങ നീര് കുരുമുളകും ഇട്ട് അടച്ച് വെച്ച് മാറ്റി വെക്കും. എന്നിട്ട് ഈ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് ഇച്ചിരി ബട്ടറും സെസമി ഓയിലും ഇട്ടിട്ട് നമ്മുടെ സാമനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാമനൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതേ സെയിം പാനിൽ തന്നെ ഇച്ചിരി ഗാർലിക് സോട്ടേ ചെയ്തിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ മഷ്റൂംസ് എടുത്തിടാം. ഈ മഷ്റൂമിൻ്റെ കൂടെ ഇതോടൊപ്പം നമുക്ക് ഇച്ചിരി ഉപ്പും കുരുമുളകും ഇറ്റാലിയൻ ഹെർബ് സീസണിങ്ങും അതുപോലെ നമ്മുടെ പെരി പെരി സീസണിങ്ങും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിയില ഇട്ട് ഇച്ചിരി നാരങ്ങ നീരും കൂടി ഒഴിച്ച് നമുക്കത് ഇച്ചിരി നേരം കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ക്രീം ഒഴിക്കാം. ഈ ക്രീമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആക്ച്വലി ആ ഒരു ടാങ്കി സ്പൈസി ക്രീമി ടേസ്റ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാമൻ ഇതിൻ്റെ മേളിലോട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ആ സ്റ്റീമിൽ തന്നെ ഒന്ന് കുക്കാവാൻ വെക്കുക. ഇതൊരു 1 പോട്ട് റെസിപ്പി കൂടെയാണ്. ഇത് നമ്മുടെ റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നമുക്ക് പ്ലേറ്റ് ചെയ്യുക, സെർവ് ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.